എൻ്റെ കുട്ടിക്ക് എന്താണ് പഠന വൈകല്യമാണ് അല്ലെങ്കിൽ ലേണിംഗ് ഡിസബിലിറ്റി ആണെന്നൊക്കെ ഉള്ളത്. പക്ഷേ എല്ലാ മക്കളിലും ലേണിംഗ് ഡിസബിലിറ്റി തന്നെയാണോ അത്? കുട്ടികളുടെ പഠനവുമായി ബന്ധപ്പെട്ട് എല്ലാ രക്ഷിതാക്കളും പറയുന്ന ഒരു കാര്യമാണ് എൻ്റെ കുട്ടിക്ക് എന്താണ് പഠന വൈകല്യമാണ് അല്ലെങ്കിൽ ലേണിംഗ് ഡിസബിലിറ്റി ആണെന്നൊക്കെ ഉള്ളത്. പക്ഷേ എല്ലാ മക്കളിലും ലേണിംഗ് ഡിസബിലിറ്റി തന്നെയാണോ അത്? ചില കുട്ടികളിൽ ലേണിംഗ് ഡിസബിലിറ്റി ആവാം, പക്ഷേ മറ്റു ചിലരിലാവട്ടെ അത് ലേണിംഗ് ഡിഫിക്കൽട്ടീസും ആവാം. ലേണിംഗ് ഡിസബിലിറ്റിയും അതായത് പഠന വൈകല്യവും ലേണിംഗ് ഡിഫിക്കൽട്ടിയും പഠന ബുദ്ധിമുട്ടും തമ്മിൽ എക്സ്ട്രീമിലി ഡിഫറൻ്റ് ആയി കിടക്കുന്ന രണ്ട് സാധനങ്ങളാണ്. അതായത് പഠന വൈകല്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ആവറേജ് ഐക്യുവിൻ്റെ കൂടെ കുട്ടിക്ക് എന്താണ് പഠനത്തിൽ മാത്രം ഡിസ്കാൽക്കുലിയ അല്ലെങ്കിൽ ഡിസ്ലെക്സിയ, ഡിസ്ഗ്രാഫിയ അങ്ങനെ ഏതെങ്കിലും ഒരു ഡിഫിക്കൽട്ടീസ് ഉണ്ടാവുക. അതിൻ്റെ കൂടെ അവർക്ക് മറ്റുള്ള എല്ലാ കാര്യങ്ങളിലും ഒരു നെഗറ്റീവോ ഒന്നും ഇല്ലാതിരിക്കുന്ന സാഹചര്യം. ബാക്കിയുള്ള എല്ലാ കാര്യത്തിലും അവർ ആക്റ്റീവായിരിക്കും. അവർക്ക് ഐക്യു ആവറേജ് ആയിരിക്കും അല്ലെങ്കിൽ എബോവ് ആവറേജ് ആയിരിക്കും. പക്ഷേ അവരിൽ എന്താണ് ഡിസ്കാൽക്കുലിയ പോലുള്ള അല്ലെങ്കിൽ ഡിസ്ഗ്രാഫിയ, ഡിസ്ലെക്സിയ പോലുള്ള സിംറ്റംസ് കാണിക്കാം. പക്ഷെ അവർക്ക് എന്താണ് ഐക്യു ഒക്കെ ആവറേജാണ്. ഇങ്ങനെയുള്ള സാഹചര്യത്തെയാണ് ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്നത്. പക്ഷേ ലേണിംഗ് ഡിഫിക്കൽറ്റി എന്നുള്ളത് പഠനത്തിൽ പഠിക്കാനുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അക്ഷരങ്ങൾ തിരിച്ചറിയാനുള്ള ബുദ്ധിമുട്ട്, അത് ചില സാഹചര്യങ്ങളോടുള്ള അല്ലെങ്കിൽ എൻവിയോമെൻ്റൽ ഫാക്ടേഴ്സ് കാരണമോ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് കാരണമോ ഒക്കെ സംഭവിക്കുന്നതാവാം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അവരുടെ കുടുംബാന്തരീക്ഷവുമായിട്ടുള്ള കുടുംബത്തിലുണ്ടാവുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ അവരുടെ ഒരു ലേണിംഗ് ഡിഫിക്കൽട്ടീസിലോട്ട് ലീഡ് ചെയ്തിട്ടുണ്ടാവാം. അതുമല്ലെങ്കിൽ അവരെ ശ്രദ്ധിക്കാത്തതിൻ്റെ പുറത്ത് അതൊക്കെ ആയിരിക്കാം അവരിൽ ലേണിംഗ് ഡിഫിക്കൽട്ടീസ് ലീഡ് ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്നത് ഒരു ന്യൂറോളജിക്കൽ റീസൺസ് കാരണം കൊണ്ടാണ് ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മൾ രക്ഷിതാക്കളായ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് കുട്ടികൾക്ക് എന്തെങ്കിലും പഠനത്തിൽ പ്രശ്നം കാണുകയാണെങ്കിൽ അത് ലേണിംഗ് ഡിസബിലിറ്റി ആണോ അല്ലെങ്കിൽ ലേണിംഗ് ഡിഫിക്കൽട്ടി ആണോ എന്ന് തിരിച്ചറിയുക. അതിനായി ആദ്യം ചെയ്യേണ്ടത് പഠനത്തിൽ എന്തെങ്കിലും പ്രശ്നം കാണുന്ന മക്കളെ അടുത്തുള്ള ഏതെങ്കിലും സൈക്കോളജിസ്റ്റിനെ അപ്രോച്ച് ചെയ്യാം. തീർച്ചയായും സൈക്കോളജിസ്റ്റ് അവരിൽ അതിന് കറക്റ്റായിട്ടുള്ള തെറാപ്യൂട്ടിക് സംഭവങ്ങളൊക്കെ ചെയ്തിട്ട് ലേണിംഗ് ഡിസബിലിറ്റി ആണോ ലേണിംഗ് ഡിഫിക്കൽട്ടീസ് ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാവുന്നതാണ്. അപ്പം അങ്ങനെ എന്തെങ്കിലും മക്കളിൽ കാണപ്പെടുമ്പോൾ അത് ഇന്ന പ്രശ്നമാണ് എന്ന് വിധി എഴുതാതെ അതിനുള്ള സൊല്യൂഷൻ അത് എന്തുകൊണ്ട് ഉണ്ടാവുന്നു എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യാം, തീർച്ചയായും അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം.